അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്പെയ്ത്തിനെ പറ്റി ഉദ്ബോധനം ചെയ്യുന്നത്, അതായത് ചെയ്യണമെന്നോ അല്ലെങ്കിൽ നല്ലതാണെന്നോ അങ്ങനെയൊക്കെ. അത്തഹരീദ് അലൽ റിമി. അല്ലാഹു അസ്സ വജല്ലിൻ്റെ വചനം, നിങ്ങൾ തയ്യാറെടുക്കുക എല്ലാ രീതിയിലും, ശക്തി കൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത് ആ രീതിയിലെല്ലാം, യുദ്ധ കുതിരകളെയും ഉൾപ്പെടെ. അതായത് ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ യുദ്ധ ടാങ്കുകൾ, വിമാനങ്ങൾ, മിസൈലുകൾ, പട്ടാളക്കാർ, ഇതെല്ലാം വരും. അന്നത്തെ രീതിയിൽ പറയുമ്പോൾ യുദ്ധക്കുതിര അല്ലെങ്കിൽ പടക്കുതിര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് യുദ്ധത്തിൻ്റെ എല്ലാം. അള്ളാഹുവിൻ്റെ ശത്രുവിനെ പേടിപ്പിക്കുന്നതിന് വേണ്ടിയും നിൻ്റെ ശത്രുവിനെ പേടിപ്പിക്കുന്നതിന് വേണ്ടിയും. 8-ാമത്തെ സൂറത്ത് 60-ാമത്തെ ആയത്ത്. വഖൗലില്ലാഹി അസ്സ വജല്ല വഅഇദ്ദൂ ലഹും മാ സ്തതഅതും മിൻ ഖുവ്വത്തിൻ വമിൻ റിബാത്തിൽ ഖൈലി തുർഹിബൂന ബിഹി അദുവ്വല്ലാഹി വഅദുവ്വക്കും. അൽ അൻഫാൽ 60. സലാമ ബിൻ അൽ അക്വാർ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ച് ആളുകളുടെ അടുത്ത് കൂടെ ഇങ്ങനെ നടന്നുപോയി. അവർ ബനി അസ്ലം ഗോത്രത്തിൽ നിന്നുള്ളവരായിരുന്നു. അവർ അമ്പെയ്ത്ത് പരിശീലിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലയോ ബനി ഇസ്മായിൽ സന്തതികളെ, നിങ്ങൾ അമ്പെയ്ത്ത് പഠിക്കുക. കാരണം നിങ്ങളുടെ പിതാവായ ഇസ്മായിൽ ഒരു വലിയ അമ്പെയ്ത്തുകാരനായിരുന്നു. ഭയങ്കര കഴിവുള്ള, സാധാരണ അല്ല, കുറച്ചധികം കൂടുതൽ കഴിവുള്ള അമ്പെയ്ത്തുകാരനായിരുന്നു. അമ്പെയ്തുകൊണ്ടേയിരിക്കുക, ഞാൻ ഇന്ന കുടുംബത്തോടൊപ്പം ആകുന്നു, അല്ലെങ്കിൽ ഗോത്രത്തിനോടൊപ്പം ആകുന്നു. അങ്ങനെ ഒരു പാർട്ടി അമ്പെയ്ത്ത് നിർത്തി. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താ കാര്യം, നിങ്ങൾ എന്തിനാണ് അമ്പെയ്ത്ത് നിർത്തിയത്? അത് എതിർപാർട്ടിയായിരുന്നു. അവർ ഒരു കൂട്ടത്തിന് രണ്ടായി തിരിച്ചിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് അമ്പെയ്ത് പഠിക്കാമെന്ന്. അപ്പോൾ മറുപാർട്ടിയിലുള്ളവരാണ് ചെയ്യുന്നത്, ഞങ്ങൾ അമ്പെയ്യണെങ്ങനെ, ഞങ്ങൾ അമ്പെയ്ത്ത് നിർത്തി, കാരണം അപ്പുറത്ത് റസൂൽ നിൽക്കുകയാണ്, എതിർ പാർട്ടിയിൽ റസൂൽ, അപ്പോൾ നമ്മൾ മത്സരിക്കാനേ ഇല്ല എന്ന് ബഹുമാനം കൊണ്ട്. അപ്പോൾ ഞങ്ങളുടെ എതിർപക്ഷം അല്ലെങ്കിൽ ശത്രുപക്ഷത്ത് നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് അമ്പെയ്യാൻ പറ്റില്ല. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നാൽ ശരി, നിങ്ങൾ അമ്പെയ്തോ, ഞാൻ രണ്ട് പക്ഷത്തും ഉണ്ട്. സമയത്തു സലമത്ത ഇബ്ൻ അൽ അക്വാഇ റളിയല്ലാഹു അൻഹു ഖാല മറ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ നഫരിൻ മിൻ അസ്ലമ യന്തളിലൂന ഫഖാല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇർമു ബനി ഇസ്മായില ഫഇന്ന അബാക്കും കാന റാമിയൻ ഇർമു വഅന മഅ ബനി ഫുലാൻ ഖാല ഫഅംസക അഹദുൽ ഫരീഖൈനി ബിഐദിഹിം ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാലക്കും ലാ തർമൂൻ ഖാലു കൈഫ തർമി വഅൻത മഅഹും ഫഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇർമു ഫഅന മഅക്കും കുല്ലിക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അങ്ങനെ നമ്മൾ 2900 ഹദീസുകൾ കണ്ടു കഴിഞ്ഞു. അബൂ ഉസൈദ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, ബദർ യുദ്ധത്തിൻ്റെ ദിവസം ഞങ്ങൾ നിരനിരയായി ശത്രുക്കൾക്കെതിരെ, അതായത് ഖുറൈശികളായിരുന്നു ശത്രുക്കൾ, അവർക്കെതിരിൽ നിന്നപ്പോൾ അവർ നിരനിരയായി ഞങ്ങൾക്കെതിരെയും നിന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവർ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ അവർക്കെതിരെ അമ്പെയ്യുക. عن حمزة ابن أبي أسيد عن أبيه قال قال النبي صلى الله عليه وسلم يوم بدر حين صففنا لقريش وصفوا لنا وإذا أكثبوكم فعليكم بالنبل. കുന്തം കൊണ്ടും അതുപോലെയുള്ള ആയുധങ്ങൾ കൊണ്ടും കളിക്കുന്നത്, അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുന്നത്, അതല്ലെങ്കിൽ കാഴ്ചക്കാരുടെ മുമ്പിൽ ഒരു ഷോ പോലെ കാണിക്കുകയാണ്. അല്ലഹ്വി ബിൽ ഹിറാബി വനഹ്വിഹ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, കുറച്ച് എത്യോപ്യക്കാർ വന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വെച്ച് അവർ അഭ്യാസ പ്രകടനം നടത്തുകയായിരുന്നു. ഉമർ അപ്പം അങ്ങ് കയറി വന്നു. അദ്ദേഹം ഒരു കല്ലെടുത്ത് അവരെ അതുകൊണ്ട് ഇടിക്കുകയോ എറിയുകയോ ചെയ്തു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമറെ, അവരെ സമ്മതിച്ചേക്കൂ, അതായത് അവർ കളിച്ചോട്ടെ, അല്ലെങ്കിൽ അഭ്യാസ പ്രകടനം നടത്തിക്കോട്ടെ. അവർ പള്ളിയുടെ ഉള്ളിലായിരുന്നു അത് ചെയ്തിരുന്നത്. ഇത് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്, ഹിജാബിൻ്റെ നിയമത്തിലൊക്കെ കാണുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുറകിൽ മുഖം മാത്രം, അല്ലെങ്കിൽ തല മാത്രം തോളിലൂടെ പുറത്തേക്ക് വെച്ച് പർദ്ദയൊക്കെ ഇട്ടിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ ഈ
കളി കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അഭ്യാസ പ്രകടനം, എത്യോപ്യക്കാരുടെ കുന്തം കൊണ്ടുള്ള അഭ്യാസ പ്രകടനം കണ്ടിട്ടുണ്ട് എന്ന്. നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ബൈനൽ ഹബശതു യൽഅബൂന ഇൻദ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഖല ഉമറു ഫഹുവ ഇലൽ ഹസ്ബാഇ ഫഹസബഹും ബിഹാ ഫഖാല ദഅഹും യാ ഉമർ സാദ അലിയുൻ ഹദ്ദസനാ അബ്ദുർ റസാഖ് അഖ്ബർനാ മഅമൂറുൻ ഫിൽ മസ്ജിദ്. അപ്പോൾ ഇത് പള്ളിയിലും നടത്താം. പരിച ഉപയോഗിച്ച് സ്വയം സംരക്ഷിക്കുന്നത്, അല്ലെങ്കിൽ ആയുധങ്ങളൊക്കെ വരുമ്പോൾ തടയുന്നത്, അതുപോലെ പരിച ഉപയോഗിച്ച് കൂട്ടുകാരനെ സഹായിക്കുന്നത്. മിജന്നി ഒമൈ യതറസ ബി തുർസി സ്വാഹിബിഹി. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അബൂ ത്വൽഹയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും മറ സൃഷ്ടിക്കാറുണ്ടായിരുന്നു ഒറ്റപ്പരിച കൊണ്ട്. അബൂ ത്വൽഹ ഒരു നല്ല അമ്പെയ്ത്തുകാരനായിരുന്നു, അല്ലെങ്കിൽ വലിയ അമ്പെയ്ത്തുകാരനായിരുന്നു. അദ്ദേഹം അമ്പെയ്യുമ്പോഴൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ അമ്പെയ്ത ആ ലക്ഷ്യസ്ഥാനത്ത് പോയി നോക്കുമായിരുന്നു എങ്ങനെയുണ്ടെന്ന് കാണാൻ. അപ്പം നമ്മുടെ ഇതിൽ പറഞ്ഞാൽ ടാർഗറ്റ് ഷൂട്ടിംഗ് എന്നൊക്കെ പറയുന്ന പോലെ, അപ്പോൾ ഒരു എന്തെങ്കിലും അടയാളങ്ങളോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് അതിലേക്ക് അമ്പെയ്യുന്നു, എന്നിട്ട് കറക്റ്റാണോ എന്ന് പോയി നോക്കും. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി നോക്കുമായിരുന്നു. അതായത് അബൂ ത്വൽഹ എന്ന് പറയുന്ന അത്ര വലിയ അമ്പെയ്ത്തുകാരനായിരിക്കും, പെർഫെക്റ്റ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഖാല കാന അബൂ ത്വൽഹത يترس مع النبي صلى الله عليه وسلم بترس واحد وكان أبو طلحة حسن الرمي فكان إذا رمى يشرف النبي صلى الله عليه وسلم فينظر إلى موضعه نبله. സഹൽ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹെൽമെറ്റ് അല്ലെങ്കിൽ പടച്ചട്ടയുടെ ഭാഗമായിട്ട് തലയിൽ വയ്ക്കുന്ന ലോഹം കൊണ്ടുള്ള ഒരു സാധനം, തൊപ്പി, ഇരുമ്പിൻ്റെ തൊപ്പി, അത് പൊട്ടിയപ്പോൾ തലയിലിരുന്നാണ് പൊട്ടിയത്. അതുകൊണ്ട് മുറിവുണ്ടായി, മുഖത്തേക്കൂടെയൊക്കെ ചോര ഒഴുകാൻ തുടങ്ങി. അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഒരു മുൻ പല്ല് പൊട്ടിപ്പൊക്കുകയും ചെയ്തു. അപ്പോൾ അലി അദ്ദേഹത്തിൻ്റെ പരിചയിൽ വെള്ളം കോരിക്കൊണ്ടുവന്നു. അപ്പോൾ യുദ്ധക്കളായതുകൊണ്ട് വേറെ സാധനങ്ങളും പാത്രങ്ങളൊന്നും ഉണ്ടാവില്ലായിരിക്കും. അപ്പോൾ ഒരു വളഞ്ഞ കുഴിയുള്ളൊരു സാധനം എന്നുള്ളത് പരിചയായിരിക്കും. അപ്പോൾ ആ പരിചയിൽ വെള്ളം കോരിക്കൊണ്ടുവന്നു. ഫാത്തിമ റസൂലിൻ്റെ മകൾ അദ്ദേഹത്തിൻ്റെ ചോര കഴുകി കൊടുത്തു. കഴുകി കഴിഞ്ഞപ്പോൾ അവർ കണ്ടു വെള്ളം ചേർന്നപ്പോൾ രക്തസ്രാവം കൂടിയതായിട്ട്, അതായത് ബ്ലീഡിങ് അങ്ങോട്ട് കൂടി. അവരെ ഒരു പായെടുത്തു, അത് കത്തിച്ചു, ആ ചാരം മുറിവിൽ വച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രക്തം ഒഴുക്ക് അങ്ങനെ നിന്നു. ഇത് 243-ാമത്തെ ഹദീസിലും നമ്മൾ കണ്ടതാണ്. عن سهل قال لما كسرت بيضة النبي صلى الله عليه وسلم على رأسه وأدمي وجهه وكسرت رباعيته وكان علي يختلف بالماء من المجن وكانت فاطمة تغسله فلما رأت الدم يزيد على الماء كثرة عمدت إلى حصير فأهرقتها وألصقتها على ജുർഹിഹി ഫിർഖ ഉദ്ദമു. ഇതിലൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പനമ്പായ ആയിരുന്നു, ഹസീർ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ പന ഓല കൊണ്ട് നെയ്തുണ്ടാക്കിയ ഒരു പായ കത്തിച്ച് അതിൻ്റെ ചാരമാണ് പറ്റിയത്. പിന്നെ ഒരു കാര്യം ഉള്ളത്, ഫാത്തിമ എന്നാകുന്നു, ത്വാ, അല്ലാതെ ഫാത്തിമ അല്ല. പരത്തി മലയാളത്തിൽ നമ്മൾ പറയുന്ന പോലെ ഫാത്തിമ അല്ല, ആ പേര് ഫാത്തിമ എന്നാകുന്നു. ഉമർ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, ബനി അൻ-നദീറിൻ്റെ സമ്പത്തുകൾ അത് അള്ളാഹു അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധീനതയിലേക്ക് കൈമാറ്റിയതാണ്. അതായത് യുദ്ധം മുതലായിട്ട്. അപ്പോൾ അവരെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കുകയോ അല്ലെങ്കിൽ അവിടെ നിന്ന് ഓടിച്ചു വിടുകയോ ചെയ്തപ്പോൾ അവരുടെ സകല സ്വത്തുക്കളും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിലേക്ക് വന്നു ചേർന്നു. അതിനെയാണ് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അത് കൈമാറ്റം ചെയ്തു എന്ന്. അത് മുസ്ലിങ്ങൾ അവരുടെ കുതിരകളോ അല്ലെങ്കിൽ ഒട്ടകങ്ങളോ ഉപയോഗിച്ച് നേടിയതല്ല. അപ്പോൾ യുദ്ധം ചെയ്തില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ആ സമ്പത്ത് മുഴുവനും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉള്ളതായിരുന്നു. അദ്ദേഹം അത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ മേൽ ചെലവഴിച്ചു, അത് ഭാര്യമാരുടെ മേലിൽ. ബാക്കി ഉണ്ടായിരുന്നത് ആയുധങ്ങളും കുതിരകളും വാങ്ങിക്കുന്നതിനോ അല്ലെങ്കിൽ അതിനെ പരിചരിക്കുന്നതിനോ ഉള്ള ചെലവിലേക്ക്, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ചെലവിലേക്ക് മാറ്റിവെച്ചു.
عن عمر رضي الله عنه قال كانت أموال بني النضير مما أفاء الله على رسوله صلى الله عليه وسلم مما لم يجف المسلمون عليه بخيل ولا ركاب فكانت لرسول الله صلى الله عليه وسلم خاصة وكان ينفق على أهله نفقة سنته ثم يجعل ما بقي في السلاح والكراع عدة في سبيل الله. അലി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. എൻ്റെ മാതാപിതാക്കൾ നിനക്ക് വേണ്ടി ബലിയർപ്പിക്കപ്പെടട്ടെ. അറബികളുടെ ഇടയിലുള്ള ഒരു പ്രയോഗമായിരുന്നു. പ്രത്യേകിച്ചും സഹാബാക്കൾ കൂടുതലായി അത് ഉപയോഗിച്ചതായി നമ്മൾ മുമ്പുള്ള ഹദീസുകളിൽ ഒരുപാട് കണ്ടിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർക്ക് അത്രയും സ്നേഹമായിരുന്നു. അപ്പോൾ റസൂലിൻ്റെ കാലിലൊരു മുള്ളു കൊണ്ടാൽ പോലും അവർക്ക് സഹിക്കില്ല. പകരം അവർ പറയുമായിരുന്നു, അതിനേക്കാളും നല്ലത് എൻ്റെ ഉമ്മയും വാപ്പായും മരിച്ചു പോകുന്നതാണെന്ന്. ആ പ്രയോഗം റസൂൽ ചെയ്തിട്ടില്ല എന്നാണ് അലി റളിയല്ലാഹു അൻഹു പറയുന്നത്. സഅദ് ഒഴികെ, അതായത് സഅദ് ബിൻ അബി വഖാസിനെയാണ് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹത്തിനോട് മാത്രമേ റസൂൽ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. അദ്ദേഹം പറയുന്നത്, ഞാൻ കേട്ടിട്ടുണ്ട് അവനോട്, നീ അമ്പെയ്യുക, എൻ്റെ മാതാപിതാക്കൾ നിനക്ക് വേണ്ടി ബലിയർപ്പിക്കപ്പെടട്ടെ. ഇത് 5-ാമത്തെ വാല്യത്തിൽ 16-ാമത്തെ കിതാബിൽ 3725 വീണ്ടും ആവർത്തിക്കുന്നു. സമയത്തു അലിയൻ റളിയല്ലാഹു അൻഹു അൻ യഖൂലു മാ റഅയ്തു നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം യുഫദ്ദി റജുലൻ ബഅദ സഅദിൻ സമയത്തു യഖൂലു ഇർമി ഫിദാക അബി വ ഉമ്മി. തൊലി കൊണ്ടുള്ള പരിച അല്ലെങ്കിൽ തൊലി പൊതിഞ്ഞ പരിച, അദ്ദറഖ്. ആയിഷ റളിയല്ലാഹു അൻഹ വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ 2 പെൺകുട്ടികൾ എൻ്റെ അരികിൽ നിന്ന് പാടുന്നുണ്ടായിരുന്നു. അത് ബുആസിനെ സംബന്ധിച്ചിട്ടുള്ള പാട്ടുകളായിരുന്നു. അതായത് അൻസാരികളിലെ 2 ഗോത്രങ്ങൾ തമ്മിലുള്ള യുദ്ധം. പണ്ടത്തെ റസൂൽ വരുന്നതിന് മുമ്പ് ഇവരൊന്നും തമ്മിലല്ലായിരുന്നു. അതിൻ്റെ ഇടയിലുള്ള ഏതെങ്കിലും 2 ഗോത്രങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിനെ പറ്റിയിട്ടുള്ളൊരു പാട്ടാണ്. അതിനെയാണ് ബുആസ് എന്ന് പറയുന്നത്. നമുക്ക് പറയുകയാണെങ്കിൽ വീരഗാഥകൾ, വടക്കൻ വീരഗാഥ എന്നൊക്കെ പറയുന്ന പാട്ടുകളുണ്ട്. ഇപ്പോൾ തച്ചോളി ചന്തു, തച്ചോളി അമ്പു, അങ്ങനെയൊക്കെ അവരുടെ യുദ്ധത്തിന് പോയി അവരങ്ങനെ ചെയ്തു, ഇവിടെ വെട്ടി മറിഞ്ഞു വെട്ടി എന്നൊക്കെ പറയുന്ന പാട്ടുകൾ. അപ്പോൾ യുദ്ധത്തിനെ വിശദീകരിക്കുന്ന ഒരു പാട്ട് രീതിയാണ് ബുആസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട ഒന്നായിരിക്കും ബുആസ് എന്ന് പറയുന്നത്. ഇതിൽ ഗോത്രം തിരിച്ചെടുത്ത് പറയുന്നുണ്ട്, ഖസ്റജും ഔസും ആയിരുന്നു. ഖസ്റജ് എന്നൊക്കെ കേൾക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നൊരു കാര്യമുണ്ട്, സമകാലീന സംഭവമാണ് ഖസ്റജി. അതായത് ഖസ്റജ് ഗോത്രക്കാരനായ ഒരാൾ എന്നാണ് അതിൻ്റെ അർത്ഥം. ഏതോ ഒരു ആളുണ്ട്, അയാളുടെ പേരിൻ്റെ അവസാനം ഖസ്റജി എന്നാണ്. അതായത് ഞാൻ ഖസ്റജ് ഗോത്രക്കാരനാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അയാളുടെ അടുത്തു നിന്നാണ് AP ഉസ്താദിന് മുടിയും ഏതാണ്ട് പാത്രവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതാണ് എന്നവകാശപ്പെടുന്നത് കിട്ടിയത് എന്ന് പറയുന്നു. അപ്പോൾ അത് ശരിയാണോ അല്ലയോ എന്നുള്ളതല്ല നമ്മുടെ സംസാരം. നമുക്കറിയില്ല. അറിയില്ലാത്ത കാര്യങ്ങൾ, സംശയമുള്ളത് ഉപേക്ഷിക്കുക. അതുകൊണ്ട് അവിടെ പോയി തൊട്ടുമുട്ടാനും കാര്യങ്ങൾക്കൊന്നും നടക്കേണ്ട. കാരണം നമുക്ക് യാതൊരു ഉറപ്പുമില്ല അത് അവിടെ നിന്നുള്ളതാണെന്ന്. കാരണം അതിന് പ്രത്യേകിച്ച് സനത്, ഇപ്പോൾ ഇന്നയാൾക്ക് കിട്ടി, ഇന്നയാൾക്ക് കിട്ടി, ഇന്നയാൾക്ക് കിട്ടി, അത് ഉറപ്പുള്ളതാണ്. അതിൻ്റെ ഇടയിൽ നുണ പറയുന്നവരാരും ഉണ്ടായിരുന്നില്ല. ഈ ഹദീസ് സഹീഹുകൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ സനത്, അതല്ലെങ്കിൽ കൃത്യമായ റിപ്പോർട്ടർ, റിവായത്ത് അല്ലെങ്കിൽ കൈമാറ്റം ചെയ്ത ആളുടമസ്ഥൻ്റെ പേരുകൾ ഇല്ലാത്തതുകൊണ്ട് അതിനെ സംശയാസ്പദമായ ഒന്നായിട്ടാണ് എല്ലാവരും കാണുന്നത്. പലരും അതിനെ അംഗീകരിക്കുന്ന പോലുമില്ല. അപ്പോൾ ഖസ്റജ് എന്ന് കേട്ടപ്പോൾ പറഞ്ഞു എന്നേ ഉള്ളൂ, ഖസ്റജി. ഇതിലൊക്കെ കണ്ട് വഴിതെറ്റി പോകരുത്. ഔസും ഖസ്റജും തമ്മിലുള്ള യുദ്ധമായിരുന്നു ബുആസ് എന്ന് പറയുന്നത്. അത് ഇസ്ലാമിന് മുമ്പുള്ളതായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കിടക്കയിൽ ചാരിയിരുന്നു, അല്ലെങ്കിൽ തറയിൽ പായിൽ ഇരുന്നിട്ട് ചാരി ഭിത്തിയിലിരിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും. അദ്ദേഹത്തിൻ്റെ മുഖം മറുവശത്തേക്ക് തിരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ പാട്ട് പാടുന്ന സ്ഥലത്തേക്കല്ല, എതിർവശത്തേക്ക് തിരിഞ്ഞിരിക്കുന്നു. പുറകു വശമാണ് പാട്ട് പാടുന്ന പെൺകുട്ടികളുടെ അടുത്തേക്ക് ഇരിക്കുന്നത്. അബൂബക്കർ അങ്ങോട്ട് കയറി വന്നപ്പോൾ ദേഷ്യം വന്നു, എല്ലാത്തിനെയും ചീത്ത വിളിച്ചു. അതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യത്തിൽ പിശാചിൻ്റെ ഉപകരണങ്ങളോ എന്ന് ചോദിച്ചു. അതായത് പാട്ട് പാടുക എന്ന് പറയുന്ന പിശാചിൻ്റെ ഒരു ഉപകരണമായിട്ടാണ് കണക്കാക്കുന്നത്. അതിനെ നിങ്ങൾ റസൂലിൻ്റെ മുമ്പിൽ നിന്ന് പാടുന്നു എന്ന് ചോദിച്ചു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം തിരിച്ചു അദ്ദേഹത്തിന് നേരെ, എന്നിട്ട് പറഞ്ഞു അവരെ വിട്ടേക്കൂ. അപ്പോൾ അബൂബക്കർ സമാധാനമായപ്പോൾ, അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കാത്ത പോലെ ആയപ്പോൾ, ഞാൻ 2 പെൺകുട്ടികളോടും കൈകൊണ്ട് ആംഗ്യം കാണിച്ചു. അതൊക്കെ വിട്ടോ എന്ന് നമ്മൾ പറയുന്നത് പോലെ ആംഗ്യം കാണിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ ഖാലത്ത് ദഖല അലയ്യ
ഇലയ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഇന്ദി ജാരിയതാനി തുഗന്നിയാനി ബിഗിനാഇ ബുആസ ഫൽതജഅ അലൽ ഫിറാശി വഹവ്വല വജ്ഹഹു فدخل أبو بكر فانتهرني وقال مزمارة الشيطان عند رسول الله صلى الله عليه وسلم فأقبل عليه رسول الله صلى الله عليه وسلم فقال دعهما فلما غفل ومستها فخرجتها. ആയിഷ കൂട്ടിച്ചേർക്കുന്നു, അത് പെരുന്നാൾ ദിവസമായിരുന്നു. നീഗ്രോകൾ, അതായത് ആഫ്രിക്കയിൽ നിന്നുള്ള കറുത്ത വംശജർ, എത്യോപ്യക്കാരായിരിക്കും, അവർ തൊലി കൊണ്ടുള്ള പരിചകളും കുന്തങ്ങളും ഉപയോഗിച്ച് കളിക്കുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ അഭ്യാസ പ്രകടനം നടത്തുന്നുണ്ടായിരുന്നു. ഒന്നുകിൽ ഞാൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെട്ടു, അതല്ലെങ്കിൽ അദ്ദേഹം സ്വയം തന്നെ എന്നോട് ചോദിച്ചു, നിനക്ക് ഈ അഭ്യാസ പ്രകടനം കാണണോ എന്ന്. അപ്പോൾ ഏതാണെന്ന് ഓർമ്മയില്ല, സ്വന്തം ആവശ്യപ്പെട്ടതാണോ അതോ റസൂൽ പറഞ്ഞു കൊടുത്തതാണോ എന്ന്. ഞാൻ വേണം എന്ന് ഉത്തരം പറഞ്ഞു. അദ്ദേഹം എന്നെ അദ്ദേഹത്തിൻ്റെ പുറകിൽ നിൽക്കാൻ അനുവദിച്ചു. എൻ്റെ കവിള് അദ്ദേഹത്തിൻ്റെ കവിളിൽ തൊടുന്നുണ്ടായിരുന്നു, അതായത് തോളിൽ കൂടെ മുഖം വെച്ചിട്ട്, ഇപ്പം നമ്മുടെ ഒരു ബൈക്കിലൊക്കെ പോകുമ്പോൾ പുറകിലിരിക്കുന്ന ആൾ മുമ്പോട്ട് ആഞ്ഞിരിക്കുന്നത് പോലെ, അതേപോലത്തെ ഒരവസ്ഥ. അപ്പോൾ റസൂലിൻ്റെ തോളത്ത് കവിളിൽ മുട്ടി താടി തോളിൽ ചാരി വെച്ചിട്ട് ഇരിക്കുന്നു. മുഖം മാത്രം മുമ്പിലുള്ളവർ നോക്കിയാൽ ഒരു മുഖം മാത്രമേ കാണുള്ളൂ, ശരീരം റസൂലിൻ്റെ പുറകിലാണ്. എന്നിട്ട് റസൂല് അവരോട് പറഞ്ഞു, തുടർന്നോളൂ ബനി അർഫിദ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ എന്തോ നിർത്തിയിരിക്കുകയാണോ അതോ തുടങ്ങാൻ വേണ്ടി കാത്തിരിക്കുകയായിരിക്കും. ഞാൻ മടുത്തപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, മതിയായോ എന്ന് ചോദിച്ചു. ഞാൻ ഉവ്വ എന്ന് ഉത്തരം കൊടുത്തു. അദ്ദേഹം എന്നോട് പോയിക്കോളാൻ പറഞ്ഞു. കാലത്തെ കാന യൗമ ഈദിൻ യലബു സൂദാനു ബിദ്ദറഖി വൽ ഹിറാബി ഫഇമ്മാ സഅൽതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഇമ്മാ ഖാല തസ്തഹീന അൻ തൻളിരി ഫഖാലത് നഅം فأقامني وراءه خدي على خده ويقول دونكم يا بني أرفدة حتى إذا مللت قال حسبك قلت نعم قال فذهبي. അള്ളാഹു എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു. നിങ്ങളിത് കാണുക, ഖുർആൻ പഠിക്കുക, എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ബാറക്കല്ലാഹു ലി വലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.